ഇന്ന് റെസൽമേനിയ 40 പ്രസ് കോൺഫറൻസ് ഒരു വേറെ ലെവൽ സെഗ്മെന്റായി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സംഭവിച്ച ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അത് കൂടാതെ റോക്കിന്റെ ഒരു ഹീൽ ടേണും WWE ഈ ഒരു സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോളൻസ് ആണ്. സെത്ത് റോളൻസ് വന്നതിന് ശേഷം ഫാൻസുമായി സംസാരിച്ച് റെസൽമേനിയയിൽ നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിനെ വിളിക്കുന്നതായിട്ടും, എന്നാൽ കോഡി റോഡ്സിന് പകരം WWE അൺഡിസ്പ്യൂട്ടഡ് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയിൻസ് ആൻഡ് പോൾ ഹേമൻ ഇവരാണ് വന്നതിന് ശേഷം സെത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെയല്ല വിളിച്ചത്, കോഡി റോഡ്സിനെയാണ് വിളിച്ചത്. അതേസമയം റോമൻ സെത്തിനെ കളിയാക്കി സംസാരിക്കും. അതായത്, ഞാൻ നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സൊന്നും കണ്ടല്ല ഇങ്ങോട്ട് വന്നത്, നീ ധരിച്ചിട്ടുള്ള ഷൂസ് കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു ലെവലിലെല്ലാം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട്. അതുപോലെ സെത്തും റോമനെയും തിരിച്ച് കളിയാക്കുന്നുണ്ട്, റോമൻ ധരിച്ചു വന്ന ഡ്രസ്സിനെ പറ്റിയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട്. പിന്നെ റോമൻ പറയുന്നത്, റെസൽമേനിയയിൽ ആരുടെ മാച്ചാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ കോഡിയൊന്നുമല്ല, റോക്ക് വേഴ്സസ് റോമൻ മാച്ചാണ് റെസൽമേനിയയിൽ നടക്കുക. ഈ മാച്ച് റെസൽമേനിയ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ബെസ്റ്റ് മാച്ച് ആയിരിക്കും. റെസൽമേനിയ ഹൈലൈറ്റ് മാച്ചും ഇത് തന്നെയാണ്. അതുകൊണ്ട് റോക്കിന്റെ കൂടെയാണ് ഞാൻ മാച്ച് ചെയ്യുക എന്ന് റോമൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ സെഗ്മെന്റിൽ റോക്ക് വരുന്നതായിട്ട് കാണിച്ചു. റോക്ക് വന്ന സമയത്ത് ഫാൻ സപ്പോർട്ട് മിക്സഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് കൂടുതലായിട്ടും ബൂ ചെയ്യുന്നതായിട്ടും പിന്നീട് പകുതി ഫാൻസ് റോക്കിന് ചിയർ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ റോക്കിന്റെ ഫാമിലിയെ പറ്റിയെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഒരു ട്രീ കാണിക്കുന്നതായിട്ടും, അതിൽ റോമൻ റെയിൻസ് ഇവരുടെ ഗ്രാൻഡ് ഫാദറിനെ എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിക്കും. എന്നിട്ട് ഇവര് വലിയ ഫാമിലിയാണ്, ഇവരുടെ ഫാമിലിയാണ് ബെസ്റ്റ്, ഈ ഒരു ലെവലിലാണ് കൊണ്ടുപോയത്. അവസാനം റോക്കും റോമൻ റെയിൻസുമായിട്ടുള്ള മാച്ചിന് വേണ്ടിയിട്ട് ചാലഞ്ച് ചെയ്യുന്നതായിട്ടും ഇവർ രണ്ടുപേരും ഷെയ്ക്കൻഡ് കൊടുത്ത് ഈ ഒരു പ്രസ് കോൺഫറൻസിൽ ഒന്നാകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇതിനു മുൻപും ഇതേ സെഗ്മെന്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ജെയ്സോടെ കൂടെ. അപ്പോൾ അതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സിന്റെ ഫാൻസിനെയും റോക്ക് ഭയങ്കരമായി കളിയാക്കിയിട്ടുണ്ട്. V1 കോഡി എന്ന് ചാൻറ്റ് ചെയ്ത എല്ലാവരെയും. പിന്നീട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തോടു കൂടി കോഡി റോഡ്സ് അവിടെ വരുന്നു. കോഡി റോഡ്സ് വന്നതിന് ശേഷം റോക്കുമായിട്ടുള്ള വിഷയത്തെ പറ്റി പിന്നെ സംസാരിക്കാം എന്നും ഇപ്പൊ റോമനുമായിട്ട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ റോക്കിനോട് പറയും. എന്നിട്ട് നീ എങ്ങനെയാണ് തീരുമാനിക്കുക, ഞാനാണ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്തത്, ഞാനാണ് ചൂസ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണ് മാച്ച് വരേണ്ടത് എന്ന്. എന്നിട്ട് കോഡി പറയുന്നത് റോമന്റെ കൂടെ തന്നെ തനിക്ക് മാച്ച് വേണം എന്നാണ്. ഇത് കേട്ട് റോമൻ വളരെയധികം ഷോക്കാകും. കോഡി റോഡ്സിന്റെ ഫാമിലിനെ പറ്റി കളിയാക്കി സംസാരിക്കാൻ തുടങ്ങും. കോഡി റോഡ്സും റോമന്റെ ഫാമിലിയെ പറ്റി കളിയാക്കി സംസാരിക്കും. അപ്പോൾ തന്നെ റോക്ക് അതിൽ ഇടപെടുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത്, നീ റോമന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞാൽ അത് എൻ്റെ ഫാമിലിയെ പറയുന്നതിൽ തുല്യമാണ്. നീ റോമന്റെ ബ്ലഡിനെ പറ്റി പറയുകയാണെങ്കിലും അത് എന്നെ പറയുന്നത് അല്ലെങ്കിൽ എന്റെ ബ്ലഡിനെ പറയുന്നതിൽ തുല്യമാണ്. നീ എന്തൊക്കെ റോമൻ റെയിൻസിനെ പറഞ്ഞാലും അതെല്ലാം എനിക്കും കിട്ടും, ഞങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. നീ ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് കോഡി റോഡ്സിനോട് റോക്ക് പറയും. ശേഷം റോക്ക് കോഡി റോഡ്സിന്റെ മുഖത്ത് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും പിന്നീട് സെത്ത് റോളൻസ് ട്രിപ്പിൾ എച്ച് WWE ഒഫീഷ്യൽ ടീമെല്ലാം ചേർന്നുകൊണ്ട് ഇവരെ പിടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇതാണ് ഈ ഒരു സെഗ്മെന്റിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വെച്ചുകൊണ്ട് കോഡി റോഡ്സ് റോമൻ റെയിൻസ് ഇവരുടെ മാച്ച് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ചിലപ്പോൾ ഈ മാച്ചിൽ ഒരു ട്വിസ്റ്റായിട്ട് ട്രിപ്പിൾ ത്രെഡ് മാച്ച് ആക്കിയേക്കാം, അല്ലെങ്കിൽ മാച്ചിന്റെ അവസാനം റോക്ക് വന്നുകൊണ്ട് റോമനെ സേവ് ചെയ്യുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സെഗ്മെന്റ് കാണിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. പിന്നെ ഇപ്രാവശ്യം WWEക്ക് മറ്റൊരു പ്ലാനും കൂടി ഉണ്ട്. അതായത് ഹൾക്ക് ഹോഗന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ബ്രേക്ക് ചെയ്ത് റോമൻ 3ാം സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം നവംബർ മാസം വരെയെങ്കിലും ഈ ഒരു ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ റെസൽമേനിയയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും റെസൽമേനിയ 40 ഒരു വേറെ ലെവൽ സംഭവം കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ WWE ഇത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ കാരണം റോക്കിനെതിരെ വളരെയധികം വിമർശനങ്ങൾ വന്നതുകൊണ്ടാണ്. അതായത് TKO കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടറായി കയറിയതിനു ശേഷം തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വന്നത്. അതുകൊണ്ടാണ് നൈസായിട്ട് WWE ഇപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ടുള്ളത്.